അവള് ഒരുമിട്ട് ഇറങ്ങിയിരിക്കുക മാന്യമായിട്ട് ജീവിക്കുന്നവരുടെ കുടുംബം കലക്കാൻ. നീ എന്തിനാ എന്നെ സംശയ ദൃഷ്ടിയോടെ നോക്കുന്നേ? അവള് വന്ന് കൈയും കാലും കാണിച്ചാ എന്നെ വശീകരിക്കാൻ പറ്റുമോ? എനിക്ക് ഇതൊക്കെ കണ്ടിട്ട് ദേ പെരുവരലിന് ചോർന്നു കയറുന്നുണ്ട്. ഞാൻ ഇവിടെ എന്നാ ശരിയാവത്തില്ല. പള്ളിക്കല ആണുങ്ങളെ കണ്ണും കയ്യും കാട്ടി കറക്കിയെടുക്കാവെന്ന് നീ വിചാരിക്കണ്ടടി. വെറുതെ പറഞ്ഞു പറഞ്ഞ് ബെറ്റ് വെക്കല്ലേ. വാശി പിടിച്ചു കഴിഞ്ഞാ കൊണ്ടിടവും കൊണ്ട് പോകുന്നവളാ ഈ ആര്യ. നീ കൊണ്ടേ പോവൂ. ആര്യ ഒന്ന് വിചാരിച്ചാൽ അത് നടത്തും. അതിനെന്ത് വഴിയും സ്വീകരിക്കും. അതിനുവേണ്ടി എന്ത് ത്യാഗവും സഹിക്കും. രാമകൃഷ്ണേട്ടനെ മോഹിച്ചിട്ടുണ്ടെങ്കിൽ ദിവസം പറഞ്ഞത് നടത്തും. ശരി, കാണാം. അങ്ങോട്ട് നടക്കും മനുഷ്യ. അവളുടെ ശൃംഗാരം കാണാൻ നിൽക്കുന്നു. മേലിൽ ഇവളുടെ മുറിയുടെ മുമ്പിൽ കൂടെ വല്ലോ നടന്നു എന്നെങ്ങാനും ഞാൻ അറിഞ്ഞ. ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട്. ദേ, നിങ്ങളുടെ വെളച്ചിലെടുത്താലുണ്ടല്ലോ. നീ എന്തായി പറയുന്നേ? ഞാൻ അവളോടൊന്നും മിണ്ടാൻ പോലും നിന്നില്ല. അവളെ എന്നെ വിളിച്ചു നിർത്തി ഇഷ്ടമാണെന്നും നമുക്ക് ഒളിച്ചോടി പോവാന്നൊക്കെ ചോദിച്ചേ. ഞാനെന്ത് പറയാനാ? ഞാനൊന്നും മിണ്ടാതെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കായിരുന്നു. എന്റെ ലക്ഷ്മി ഇത് കേട്ടുകൊണ്ട് വരണേ, ഈ ഒരുമിട്ടോക്ക് 2 കൊടുക്കണേന്നൊക്കെ. ഇതാ ദൈവം ഉണ്ടെന്ന് പറയുന്നേ. രാമകൃഷ്ണൻ വിളിച്ചപ്പോ വിളിയേട്ട് കണ്ടില്ലേ? അല്ലെങ്കിൽ നീ എപ്പോ ആ വഴി വരുമായിരുന്നോ? എന്നിട്ടും നീ എന്നെ കുറ്റപ്പെടുത്തുന്ന കാണുമ്പോ എനിക്ക് വിഷമാ തോന്നുന്നേ. ചെയ്യാത്ത തെറ്റിന് എന്തിനാ എന്നെ കുറ്റപ്പെടുത്തുന്നേ? അയ്യോ, ഒരു പാവം. എനിക്കറിയില്ലേ നിങ്ങളെ. ഈ ലക്ഷ്മിയെ നിങ്ങളെ ആദ്യമായിട്ടൊന്നും അല്ല കാണുന്നത്. ദേ, ഇനി അവളോട് സംസാരിക്കോ ചിരിക്കോ എന്തെങ്കിലും ചെയ്തു എന്ന് ഞാൻ അറിഞ്ഞ ഞാൻ ചത്തുകളയും. അത് കുഴപ്പമില്ല. അയ്യോ, നീ ചത്ത് കളഞ്ഞാ പിന്നെ ഞാൻ ജീവിച്ചിരിക്കുവോ? ഞാനും ചാവും. അതിനു മുമ്പ് നമ്മളെ തമ്മിലടുപ്പിച്ച് ചോര കുടിക്കുന്ന ജന്തുവിനെ കൊല്ലുകയും ചെയ്യും. അത് തീർച്ചയാ. അവള് ഒരുമിട്ട് ഇറങ്ങിയിരിക്കുക മാന്യമായിട്ട് ജീവിക്കുന്നവരുടെ കുടുംബം കലക്കാൻ. നീ എന്തിനാ എന്നെ സംശയ ദൃഷ്ടിയോടെ നോക്കുന്നേ? അവള് വന്ന് കൈയും കാലും കാണിച്ചാ എന്നെ വശീകരിക്കാൻ പറ്റുമോ? ഇതാണല്ലേ നിന്റെ മനസ്സിരിപ്പ്? നീ ഇങ്ങനെയാണല്ലേ നിന്റെ രാമകൃഷ്ണനെ കണ്ടിരിക്കുന്നത്? വേറൊരു സ്ത്രീ ലംബടനായിട്ട് വിഷമമുണ്ടടി. സ്വന്തം ഭാര്യയുടെ കണ്ണി പോലും കൊള്ളരുതാത്തവനായിട്ട് ജീവിക്കേണ്ടി വരുന്ന ഒരുവന്റെ മനോവിഷമം നിനക്ക് പറഞ്ഞ മനസ്സിലാവില്ല. ഹോ, പറഞ്ഞതിലേ ഉള്ളു കുറ്റം. കൂടുതൽ കണ്ണീര് കാണിച്ച് ലക്ഷ്മിയുടെ മുമ്പിൽ വേണ്ട നാടകം. നിങ്ങളുടെ എത്രയോ നെറുകേടുകൾ നേരിട്ട് കണ്ടിട്ടുണ്ട് ഞാൻ. എന്നിട്ട് തെറ്റിദ്ധരിച്ചു പോലും. അതെ, എനിക്ക് എന്റെ കണ്ണിനെ നല്ല വിശ്വാസാ. ഞാൻ അന്നത്തോടെ മാറിയില്ലേടി. ഇപ്പൊ നീ പറയുന്നതിനപ്പുറം ഒരടി വയ്ക്കാറുണ്ടോ രാമകൃഷ്ണൻ? ദേ, പുറത്തറിഞ്ഞാൽ തന്നെ നാണക്കേടാ. പ്രസംഗം കൊണ്ട് നാട്ടുകാരെ ഇളക്കി മറിക്കുന്ന രാമകൃഷ്ണൻ ഭാര്യയെ പേടിച്ച് ജീവിക്കുന്നവനാണെന്നറിഞ്ഞാ പോയില്ലേടി എന്റെ രാഷ്ട്രീയ ഭാവി. ദേ, നിങ്ങൾ മാറിയതോ? ഞാൻ ഇങ്ങനെ മാറ്റിയെടുത്തതല്ലേ. കണ്ണിമ വെട്ടാതെ നോക്കിയിരിക്കുന്നതുകൊണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ അന്നേ കയറ് പൊട്ടിച്ചു പോയേനെ. ഇതൊന്നും നടക്കാഞ്ഞിട്ടാന്ന് ആർക്കാ അറിയാത്തത്? നടന്നാലും ഇല്ലെങ്കിലും എനിക്ക് ലക്ഷ്മിയും ലക്ഷ്മിക്ക് ഞാനും മാത്രം മതി. ഈ ജീവിതത്തിൽ കിട്ടുന്ന സുഖവും സന്തോഷവും ഒക്കെ മതി രാമകൃഷ്ണന്. പണ്ട് തിരിച്ചറിവില്ലാത്ത പ്രായത്തില് എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ടുണ്ട്. ഒന്നും എന്റെ അറിവോടായിരുന്നില്ലല്ലോ. അതിന്റെ പേരിൽ ഇപ്പോഴും എന്നെ അവിശ്വസിക്കുന്നത് തെറ്റല്ലേ? അതെ, ഭയങ്കര തെറ്റാ. പ്രത്യേകിച്ചും നിങ്ങളുടെ കാര്യത്തില് അവിശ്വസിക്കാൻ പാടില്ല. അതിലേ എനിക്ക് വലിയ കുറ്റബോധം തോന്നുന്നുണ്ട്. ദേ, ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങളുടെ വാക്കും വരുതിയും വിശ്വസിച്ച് കഴിഞ്ഞിരുന്ന പഴയ ലക്ഷ്മി അല്ല. അതുകൊണ്ടേ ഇങ്ങോട്ട് വിളവിറക്കണ്ട. പുറത്തേക്ക് പോകാൻ ഇറങ്ങിയതല്ലേ? ശരി, വേഗം പോയിട്ട് വാ. ചെല്ല്. പിന്നെ ഇനി അവളുടെ മുറിക്ക് മുമ്പിൽ കൂടി എങ്ങാനും പോയതായിട്ട് അറിഞ്ഞ പിന്നെയാ ബാക്കി. അല്ല, പിന്നെ ഞാൻ ഏത് വഴിയാ പോണ്ടേ? പിന്നാമ്പുറത്തൂടെ പോണം. അതുവഴി തിരികെ വരണം. അങ്ങനെയാണെങ്കിൽ പുറത്തു പോയാ മതി. പിന്നാമ്പുറത്തുകൂടെ വരികയും പോവുകയും ചെയ്യുന്നത് ദോഷാ. ഒരു വഴിക്ക് പോകുമ്പോ വീടിന്റെ ഉമ്മറത്തു കൂടി തന്നെ പോണം. ഇതേ വൃശ്ചിക മാസമാ. ഈ മാസത്തിൽ പിന്നാമ്പുറത്തൂടെ പോകുന്നതാ നല്ലത്. അങ്ങനുണ്ടോ? ഉണ്ട്. ചെല്ല് ചെല്ല്.
പച്ചമഞ്ഞൾ ഇരിപ്പുണ്ടാവുമേ? ആ എന്തിനാ? പച്ചമഞ്ഞൾ മുഖത്ത് തേച്ചാ സ്കിന്നിന് നല്ലതാ. ഏ, അമ്മേ പുളിശ്ശേരിക്കുള്ള കഷ്ണങ്ങൾ അരിഞ്ഞോ? ആ. ദാ തൈര് റെഡി. ഇപ്പൊ തരാം. ആയ്, തൈര് കവിളിന് മാർദ്ദവണ്ടാ ബെസ്റ്റാ. ഷേ അങ്ങോട്ട് താ. ഓ എനിക്ക് ഇതൊക്കെ കണ്ടിട്ട് ദേ പെരുവരലിൽ നിന്ന് ചോർന്നു കയറുന്നുണ്ട്. ഞാൻ ഇവിടെ എന്നാ ശരിയാവത്തില്ല. അതെ ഇങ്ങോട്ടൊന്ന് വന്നേ, ഒരു കാര്യം ചോദിക്കാനുണ്ട്. വാ എന്താ? വാ പറയാം. വാ വന്നേ, ഇവിടെ നിക്കേ. കുട്ടിയുടെ തൊലിക്കേ നല്ല വെളുപ്പുണ്ട്, കാണാൻ അത്യാവശ്യ സൗന്ദര്യമുണ്ട്. ഹ്, പിന്നെ ഈ കോപ്രായൊക്കെ കാട്ടി വിശ്വസുന്ദരിയാവാൻ ശ്രമിക്കുന്നത് ആരെ മോഹിപ്പിക്കാനാടി? ഓഹോ, അതാണോ? എങ്കിലേ എന്നെ കണ്ട് മോഹിക്കാൻ ഇവിടെ പലരും ഉണ്ടെന്ന് കൂട്ടിക്കോ. ആരാ ഈ പലര്? അതിനി ഞാൻ തന്നെ പറഞ്ഞു തരണോ? ഊഹിച്ചൂടെ? നീ അങ്ങനെ വെറുതെ ഊഹിക്കണ്ട. പള്ളിക്കല ആണുങ്ങളെ കണ്ണും കയ്യും കാട്ടി കറക്കിയെടുക്കാവെന്ന് നീ വിചാരിക്കണ്ടടി. വെറുതെ പറഞ്ഞു പറഞ്ഞ് ബെറ്റ് വെക്കല്ലേ. വാശി പിടിച്ചു കഴിഞ്ഞാ കൊണ്ടിടവും കൊണ്ട് പോകുന്നവളാ ഈ ആര്യ. നീ കൊണ്ടേ പോവൂ. സംസാരത്തെ തേനും പാലും കലർത്തി ആണുങ്ങളെ വരുതിയിലാക്കാൻ ശ്രമിക്കുന്നതിന് പകരം പ്രായവും പക്വതയൊക്കെ തികഞ്ഞൂന്ന് തോന്നുന്നുണ്ടെങ്കിൽ വീട്ടുകാരോട് പറ, ഏതെങ്കിലും ഒരുത്തനെ കൊണ്ട് കഴുത്തിൽ കയറിടിക്കാൻ. പറഞ്ഞിട്ടവര് കേക്കണ്ടേ? ഒരു കാര്യം ചെയ്, ചേച്ചി തന്നെ എനിക്കൊരാളെ കണ്ടുപിടിച്ചതാ. ചേച്ചി നിന്റെ ഉം. പിന്നെ എനിക്ക് അതല്ലേ പണി. എന്നിട്ട് വേണം പൂതനെ തലയെ കെട്ടി വെച്ചു കൊടുത്തതിന് അവൻ എന്റെ തലയെടുക്കാൻ. അപ്പൊ പിന്നെ ഞാൻ തന്നെ എന്റെ വഴി നോക്കിക്കോളാം. ആ വഴി ഒത്തുവന്നാ ചേച്ചി പിന്നെ പെരുവഴിയില്ല. അപ്പുവായി എന്തെങ്കിലും ഇടപാടുണ്ടെങ്കിൽ അത് തുറന്നു പറയാ വേണ്ടത്. അല്ലാതെ അതിന്റെ പേരിൽ തറവാട്ടിലുള്ളവരോട് മെക്കിട്ട് കയറരുത്. ഉം. ഞാൻ ആരോടും മെക്കിട്ട് കയറാൻ വരുന്നില്ലേ. വരുന്നില്ല അത്ര. ആണുങ്ങളുടെ നിഴല് കണ്ടാ മതി, യക്ഷിയെ പോലെ കൂടെ കൂടിക്കോളും. എന്നിട്ട് വരുന്നില്ലെന്ന് പരസ്പരം സംസാരിച്ച് മുഷിയണ്ട. ഞാൻ ശീലിച്ച ചില ചിട്ടകളും സ്വഭാവങ്ങളും ഉണ്ട്. അതിനനുസരിച്ചേ ഞാൻ ജീവിക്കൂ. പിന്നെ പള്ളിക്കലിപ്പോ എനിക്ക് നിങ്ങളെപ്പോലെ തന്നെ ചില ചില്ലറ അവകാശങ്ങളൊക്കെ ഉണ്ട്. 3 നേരം ഉരുള ഉരുട്ടി വായിലേക്ക് വെക്കുന്നുണ്ടെങ്കിൽ അത് ആ അധികാരത്തിലാന്ന് കരുതിയാ മതി. പിന്നെ മൃദുലേച്ചി ഇപ്പൊ പറഞ്ഞല്ലോ, അപ്പുവായിട്ട് എന്തെങ്കിലും ഇടപാടുണ്ടെങ്കിൽ അതൊന്ന് തുറന്നു പറയാമായിരുന്നു. പക്ഷെ പറഞ്ഞു കഴിഞ്ഞാ പിന്നെ നിങ്ങൾ വെറുക്കും. എന്നെയല്ല, സ്വന്തം സഹോദരനെ. അത്രയ്ക്ക് ക്രൂരനയാൾ, നന്ദി കെട്ടവൻ. സ്വന്തം ഉയർച്ചയ്ക്കായി മറ്റുള്ളവരെ ചവിട്ടി മെതിക്കുന്ന കരിങ്കാലി. സ്വന്തം സഹോദരിയാണെന്ന് പോലും നോക്കാതെ നിങ്ങളെപ്പോലും അയാൾ ചതിച്ചെന്ന് വരും. അതുകൊണ്ട് ഒരേ വയറ്റിൽ പിറന്നവരാണെന്ന കാരുണ്യം അധികം കാട്ടണ്ട. എന്തൊക്കെയാ അവളീ പറഞ്ഞിട്ട് പോയത്? അറിയില്ല, എന്തൊക്കെയോ താളപ്പിഴയുണ്ട് ലക്ഷ്മി, അത് ഉറപ്പാ. നിങ്ങൾ ഇങ്ങനെ കുടുംബത്തിന്റെ നാഥനായിട്ട് മല പോലെ ഇരുന്നിട്ടാണോ ആ നരുന്ത് പെണ്ണ് ഇവിടെ കണ്ട തോന്നിയാസങ്ങളൊക്കെ കാട്ടിക്കൂട്ടുന്നത്? നിങ്ങൾക്ക് അവളെ ഒന്ന് വിളിച്ച് ഉപദേശിച്ചാലെന്താ? നീ നന്നായിട്ട് ഉപദേശിക്കുന്നുണ്ടല്ലോ, അതിന്റെ കൂടെ ഞാൻ കൂടെ കൂടണോ? ഓ വേണ്ട, കൂടണ്ട. അവളുടെ കഥകളിയൊക്കെ കണ്ടേ ആനന്ദിച്ച് ഇവിടെ ഇങ്ങനെ ഇരുന്നോ. വന്നിട്ട് അവള് 2 ദിവസം ആയുള്ളൂ. ഈ കണക്കിന് പോയാലേ 1 മാസം കൊണ്ട് അവള് സകലരെയും പുറത്താക്കി തറവാട് ഉൾപ്പെടെ എല്ലാം സ്വന്തം പേരിലാക്കും. വയസ്സാം കാലത്തെ നമ്മൾ റോഡ് തണ്ടി ജീവിക്കേണ്ടി വരും. ഇപ്പോഴത്തെ പോക്ക് കണ്ടിട്ട് എനിക്കും അങ്ങനെ തോന്നുന്നു. എന്നിട്ടെന്താ നിങ്ങൾ കമാന്നൊരക്ഷരം മിണ്ടാത്തത്? അതിനുള്ള വോയിസ് എനിക്കില്ലാത്തതുകൊണ്ട്. പള്ളിക്കൽ തീരുമാനങ്ങൾ എടുക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുന്നത് കുടുംബനാഥനല്ല, നാഥയാ. ബന്ധം തുടങ്ങിയ കാലം മുതൽ അതാ കീഴ്വഴക്കം. ഓ, അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോ തീർന്നല്ലോ. സ്വന്തം ജോലി ഭാരം ഒഴിഞ്ഞു കിട്ടി. എടീ, മക്കളെ വളർത്തുമ്പോൾ തല്ലിയും ചൊല്ലിയും തന്നെ വളർത്തണം. അല്ലാതെ തോന്നിയ പാടെ നടതള്ളി വിട്ടാ ഇങ്ങനെയൊക്കെ ഉണ്ടാവൂ. 5-ൽ തിരുത്തേണ്ടത് 50-ൽ തിരുത്താൻ നോക്കിയിട്ട് കാര്യമില്ല.
മക്കൾ വളരേണ്ടത് അച്ഛൻ്റെ ശിക്ഷണത്തിലാ, അല്ലാതെ അമ്മയുടെ അല്ല. കുടുംബത്തിനാണ് തൂണ. ആ തൂണിനെ നിലനിർത്തി വേണം കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ. നിങ്ങളുടെ സാരോപദേശം കേൾക്കാനല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. ദേ ആ മദാമ ഇവിടുന്ന് കെട്ടിക്കണമെന്ന് പറയാനാ. പറഞ്ഞോ, അവളുടെ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞോ. നീ പറഞ്ഞാൽ ഉടനെ അവളങ്ങ് കെട്ടും. ഞാൻ കരുതിയത് എൻ്റെ ഭാര്യ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും വലിയ സാമർഥ്യക്കാരിയെന്നാ. ഇവൾ അതിലും വലിയനോ. ഇനിയിപ്പോ നീ നിന്റെ മോനെ വിളിച്ചു പറ, അപ്പൂനെ. അവന് ഭീഷണിയുമായി ഇവിടെ കയറി വന്നതല്ലേ, അതുകൊണ്ട് അവൻ തന്നെ ഇതിനൊരു പരിഹാരവും കാണട്ടെ. പരിഹാരം കാണണമെങ്കിൽ അവനൊന്നും വേണ്ട, ഞാൻ മതി. പിന്നെ തറവാട്ടിലെ തലമൂത്ത കാരണവരല്ലേ നിങ്ങൾ. എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളോടൊന്ന് ആലോചിച്ചിട്ടാകാന്ന് കരുതി. എന്നോടൊന്നും ചോദിക്കണ്ട. വയസ്സുകാലത്ത് ഒത്ത ഒരു എതിരാളിയെ കിട്ടിയതല്ലേ, ശരിക്കൊന്ന് പരിശ്രമിച്ചു നോക്ക്. നീ വിചാരിച്ചാ തളയ്ക്കാൻ കഴിയാത്ത മതയാനുണ്ടോ? നിങ്ങളുടെ ഈ കളിയാക്കൽ കാണുമ്പോഴേ എനിക്കൊരു സംശയം. നിങ്ങളെ അവള് വലയെ വീഴ്ത്തിയോന്ന്. സുന്ദരിയല്ലേ, ഏത് പ്രായക്കാരും മയങ്ങി വീഴുമല്ലോ. തേ പറഞ്ഞു പറഞ്ഞ് നാക്കിന് എല്ലില്ലാതാവരുത്. മക്കളും മരുമക്കളും മാത്രമല്ല, ചെറുമക്കളും ഉള്ള തറവാടായത്. വയസ്സാം കാലത്ത് ഇനി ഭർത്താവിന് പുതിയ കഥകളുണ്ടാക്കാൻ നോക്കുക. നിങ്ങളുടെ ഈ നിസ്സംഗത കണ്ടിട്ട് വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. അതിനി ഒരു വിഷയാക്കണ്ട, നിങ്ങൾ നോക്കിക്കോ. പഠിച്ച പണി 18 പുറത്തെടുത്തിട്ടാണെങ്കിലും ശരി, ഈ പത്മിനി അവളെ പുറത്താക്കിയിരിക്കും, നോക്കിക്കോ. ഓഹോ, അത് ശരി. അപ്പോ എന്നെ പുറത്താക്കാനുള്ള ഗൂഢാലോചനയാണ് ഇവിടെ നടക്കുന്നത്. പുറത്താക്കിക്കോ. പക്ഷേ ഞാൻ പുറത്താകുമ്പോ നിങ്ങളുടെ മോൻ അകത്താവും. ആര്യയ്ക്ക് അവനെ കൊടുക്കാൻ ഒരേ ഒരു ഫോൺ കോളിന്റെ ചിലവേ ഉള്ളൂ. ആ ചിലവ് കാശ് കയ്യിൽ കരുതിയിട്ടാ ആര്യ ഈ നാടകത്തിന് കൂട്ടു നിൽക്കുന്നേ. ആര്യയ്ക്ക് ചതിയില് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് മകൻ ഇപ്പോഴും പൂർണ്ണ ആരോഗ്യത്തോടെ പുറത്തുള്ളത്. ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം എന്ത് വേണോന്ന്. എന്തായാലും ആര്യയ്ക്കത് വിഷയമല്ല. ഇവിടുന്ന് തിരിച്ചു പോകാനാണെങ്കിൽ കൂടി. എന്നെ വെറുതെ മിഴിച്ചു നോക്കണ്ട. സകല ചോദ്യങ്ങൾക്ക് ഉത്തരം തരേണ്ടത് നമ്മുടെ മോന അപ്പു. എന്നോട് കയർക്കുന്ന സമയം കൊണ്ട് അവനെ ക്രോസ് വിസ്താരം ചെയ്യും. ചിലപ്പോ കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞേക്കും. അറിയുന്നത് എന്തായാലും ശരി, അത് നമ്മുടെ മോൻ അനുകൂലമായ സംഭവങ്ങളാകാൻ വഴിയില്ല. നമ്മുടെ മോൻ അവളുടെ മുമ്പിൽ പഞ്ചപുച്ഛം അടക്കി നിൽക്കണമെങ്കിൽ അത്രയ്ക്ക് വലിയ പാതകങ്ങൾ അവന്റെ സൈഡിൽ ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോ അരുംകൊലകൾ വരെ. നിങ്ങൾ മനുഷ്യനെ വെറുതെ പേടിപ്പിച്ചതല്ല, അവളൊന്നും ഞൊടിച്ചാൽ നമ്മുടെ മോൻ ജയിലിനകത്താണെന്ന് പറയുമ്പോ അവനെതിരെ അവളുടെ പക്കൽ അത്രയ്ക്ക് ബോംബുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇത്തരം സന്ദർഭങ്ങളിൽ ഒച്ചപ്പാടും ബഹളവും ഒന്നും നന്നല്ല. തരത്തിലും തഞ്ചത്തിലും ബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അത് ചിലപ്പോ പ്രശ്നങ്ങളുടെ നടുവിൽ കിടന്ന് ഭ്രാന്ത് പിടിച്ചവനെ പോലെ ഓടുന്ന നമ്മുടെ മകന് ഗുണം ചെയ്തെന്ന് വരും. അവൾ ഒരു സാധാരണ പെണ്ണല്ല, എന്തൊക്കെയോ തീപ്പൊരി ഉള്ളിൽ സൂക്ഷിക്കുന്നവളാ. ഈശ്വര.